വെൽക്കം ടു മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളെല്ലാവരും ഉണ്ട്. ഷാരോൺ ജി, ഇത്ത, വിഷ, കറക്റ്റ് ടൈമിലാ ക്യാമറ ഇനു, ഞാൻ. സോ ഗൈസ്, അപ്പം ഏകദേശം ഇപ്പൊ ടൈം എത്രയാ ഷാരോൺ ജി? 9:40 ആയി ടൈം. ഇന്ന് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരു ചേച്ചിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മള് കേക്ക് മേടിക്കാൻ വന്നാണ്. നമ്മള് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞാലോ, ഇപ്പൊ നാട്ടുകാർ ഒത്തറിഞ്ഞ് നമ്മൾ ചേച്ചീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി കേക്ക് സ്റ്റുഡിയോയിൽ വന്നാണ്. സോ നമുക്ക് പോയി ഒരു കേക്ക് സെലക്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഇറങ്ങാം ഗൈസ്. കളറ് വേണ്ട, വാഞ്ചോ ആയിക്കോട്ടെ. വാഞ്ചോ അടിപൊളി. ആ നോക്കി, ബട്ടർ സ്കോച്ച്. ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്, ഇതാണ് നമ്മുടെ കേക്ക്. ഇത് ഏതായിരുന്നു പറഞ്ഞ കേക്ക്? ഏതാ? ആ യെസ് ഗൈസ്, ബട്ടർ സ്കോച്ച്. ഓക്കെ, അതെടുത്തോളൂ. ലവിൻ്റെ. ആ ഇത് നൈസായില്ല, ഇത് മതി. പിന്നെ ബ്ലാക്ക് കളറുണ്ട്, കുറച്ചുകൂടെ ബ്ലാക്ക് ആയി കഴിഞ്ഞ് സ്യൂട്ടബിൾ ആവാം. കാരണം കേക്കിൻ്റെ ഒരു കളറിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ. അല്ലെങ്കിൽ എന്നാ ഗോൾഡൻ ആയിക്കോട്ടെ. ആ ഇത് നമ്മൾ കേക്കിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി സെറ്റാക്കി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയേഴ്സ് മോരെയാ. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാളെ പേര് എഴുതിയാൽ മതി. ചിത്രേച്ചി ആൻഡ് ബൈജേട്ടൻ. ഈ മലയാളം അറിയാത്തത് കൊണ്ട് മലയാളം എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലാതെ ഫുൾ ഇംഗ്ലീഷാണ് മൂപ്പര്. നമ്മളെ ഇംഗ്ലീഷ് സംസാരിക്കാണ്ട് മലയാളം സംസാരിക്കാൻ എന്നോടൊക്കെ എന്തെങ്കിലും കേൾക്കുന്ന വെച്ചിട്ട്. ഗൈസ്, നമ്മൾ കേക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പം ഇറങ്ങിയപ്പോൾ ഒരു മാല വാങ്ങി ഗൈസ്, അടിപൊളിയായിട്ട്. നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞ വെഡ്ഡിങ് സെൻറ്ററിൽ നിന്ന് വാങ്ങിയാണ്. ഇതൊട്ടും കളർ പോകത്തേ ഇല്ലയെന്ന്. എനിക്ക് ഗോൾഡ് അലർജിയാണ് ഗൈസ്. ഗോൾഡ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞ ചെയിന്. അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. അടിപൊളിയല്ലേ? പിന്നെ ഈ ഒരു ഐറ്റം വാങ്ങി കയ്യിലിടുന്നത്. ഇത് നൈസല്ല? കമന്റ് ചെയ്യാ ഗൈസ്, നൈസാണോ? എന്ത് നൈസാണ്? കമന്റിൽ ഓരോട് കമന്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ പറയും. നല്ല നല്ല അഭിപ്രായങ്ങൾ. ഗൈസ്, കേക്ക് വെയിറ്റിംഗ്. പിന്നെ ഗൈസ്, ഇവിടെ നമ്മളിപ്പം മഞ്ചേരിയാണുള്ളത്. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ? ഇവിടുത്തെ കേക്ക് സ്റ്റുഡിയോ കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ മഞ്ചേരിക്കാർ ഈ വ്ളോഗ് ആണെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ്. നല്ലൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ വരെ അടിപൊളിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇതിൽ ആ സംഭവം കുത്തുണ്ട്, അപ്പോൾ കുത്തുക. ഓക്കെ, ഫൈൻ. കേക്കൊക്കെ വാങ്ങി നമ്മൾ നേരെ പോവാൻ പോവാണ്. തുറക്ക്, ബാക്ക് തുറക്ക്, കേക്ക് വെക്കട്ടെ. സേഫ് ആയിട്ട് വെക്കണം അവിടെ എത്തുന്ന വരെ. ഓക്കെ, കയറിക്കോ. ആ നീ കയറി, എന്നിട്ട് ഞാൻ കയറാം. അപ്പം നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫ്ലാറ്റിലാണ്, ഏറ്റവും ടോപ്പിൽ. എത്തിയാണെന്ന് കേക്ക് പിടിച്ചു പോകുന്നത്. ഞാൻ ഫ്രണ്ടിൽ പോകാനാ. മിസ്സിലൊക്കെ ബാക്കിൽ വരാൻ പേടി, അല്ല മുന്നിൽ പോകാൻ പേടിയാണെന്നാണ് പറയുന്നത്. വളരെ ചെറിയൊരു കേക്ക് കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആദ്യം ഇവിടെ എന്താ പൊളിയുന്നില്ല ഷാരോൺജി?
ഇല്ല വാവേനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് വിളിച്ചോ. ഓ എനിക്ക് വയ്യ സന്തോഷം. ആ പറഞ്ഞില്ല ഗൈസ്, ഇതാണ് ചിത്രേച്ചി, ആളെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഹായ്, ഇത് ചിത്രേച്ചിന്റെ അമ്മ, ചിത്രേച്ചിന്റെ മൂത്താളല്ലേ അവേ? മൂത്താള്. ഇത് ഇളയാള്. ഹായ്. ഇത് ചിത്രേച്ചിന്റെ അച്ഛൻ. ഇത് ബാക്കിയെല്ലാവരും ഞാൻ വരുമ്പോ പരിചയപ്പെട്ടില്ല ഗൈസ്. ആ ഇനു ഗൈസ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് നടക്കാൻ പോവാണ്. എവിടെ ശരൺജി ആരെ വിളിക്കാൻ പോയതാ? ഇവിടെ കേക്ക് ഉണ്ടാക്കൂട്ടോ. 16 വയസ്സിൽ കേക്കിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ശരി, ഞങ്ങൾ 16 വയസ്സ് കേക്ക് തിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു 16 വയസ്സിൽ കേക്ക് തിന്ന് ഞാൻ കഷ്ടപ്പെടുക. നടക്കുവോ? ഞാനൊന്ന് ഇല്ല, കുറച്ചൊക്കെ നമുക്ക് വീഡിയോ കോളും കൂടി വിളിക്കാൻ വയ്യ. ആ പറയും പോലെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയർ പറയാൻ പറ്റും. ഡിയേഴ്സ് ഇല്ല. ബൈജേട്ടാ ഇയാൾ അവിടെ ആണെങ്കിലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആ ഞാൻ പറഞ്ഞിരുന്നു ഒരു കയ്യടി കയ്യടി. ഫോണിൽ എന്നോട് അടിക്കാൻ പറ്റും. അമ്മ അച്ഛനും നിക്കി. ഫ്ലേവർ നോക്കണം. അതില്ലേ ബട്ടർ സ്കോച്ചാ കേക്ക്. ഫോട്ടോ എടുക്കാൻ ഓടി വേണേ ഭാവൻ വിളിച്ചാൽ മതി. വാവ ആരാ? കൃപയുടെ ആളോ വാവ? അതിന് വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി. ഫോട്ടോ ഒന്നും എടുക്കണ്ട, അത്ര മതി. ഫോട്ടോ ഒക്കെ ആ. പക്ഷെ അത് കുറച്ചുകൂടെ മെൽറ്റ് ആകുമ്പോ ടേസ്റ്റ് ഈ ഫ്ലേവർ. കയ്യടി കയ്യടി കയ്യടിച്ച് പാസ്സാക്ക. കേക്ക് കട്ടിങ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഹാപ്പി വെഡിങ്. കുരു വരും. ആനിവേഴ്സറി സ്പെഷ്യൽ ബിരിയാണി നിങ്ങൾ എടുത്ത് കഴിക്കാട്ടോ, വയറ് നിറച്ച് കഴിക്കാം. അല്ല ശരൺജി വയറ് നിറച്ച് കഴിക്കാൻ. എല്ലാരും ഇരിക്കാം, ഒരുമിച്ചിരിക്കാം. സ്ഥലം വെച്ചിട്ടേ ഇതുപോലെ. അയ്യോ ഒരു ഇത് മോനെ നിനക്ക് സ്പെഷ്യൽ അച്ചാറാണ് ഗൈസ്. ഇതൊന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ട് പറ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സൂപ്പർ അച്ചാറാ. നമ്മള് സാധാരണ അച്ചാർ പോലെയല്ല, കഴിച്ചാലും നല്ല ഇതാണ്, ഹെൽത്തി ആയിരിക്കും. നീ കഴിച്ചോ? മഞ്ചേരി ബിരിയാണി ഗൈസ്, അടിപൊളി. ഇഞ്ചിപ്പുളി ഉള്ളത്. ഗൈസ് ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ആനിവേഴ്സറി സ്പെഷ്യൽ സോങ്. സത്യ
പാട്. പക്ഷെ പാടാൻ അറിയും, പക്ഷെ ഭയങ്കര തീരെ പാടില്ല. അമ്മേന്റെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിക്കോട്ടെ പാട്ട്. എന്താ ഇന്ന് തന്നെ കൊടുക്ക്, ഞങ്ങളെ മുന്നേ ഒരു ഗിഫ്റ്റ്. സന്തോഷം. കിളിനാദം കേട്ടുപാടേണം മോഹങ്ങളെല്ലാം കൊതിതീരും മുമ്പ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളുന്നതും വേണ്ട. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനിരുന്നേ നിന്നും നെഞ്ചൊടുത്തിൽ തിരയാ താളമില്ല. നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം കുമരത്തിൽ വളരും കുഞ്ഞുമുട്ടെ മെല്ലെ കൂടിടൂ നീ വസന്തം കാത്തിരിക്കൂ. നെക്സ്റ്റ് സ്റ്റോപ്പ്. പാട്ടുമേള സ്റ്റാർട്ടായി. നാടെ മതപ്പൊട്ടി പാടി വരില്ല. ചേച്ചി പാടും ഉണ്ടല്ലോ ചാരോണിക്ക് കൊറേ പാടി. അടുത്തത് ARM മൂവീസ്. സ്റ്റാർട്ട്. ശബ്ദം നല്ല ശബ്ദം ഉണ്ടാവല്ലോ. അമ്പിളിക്കലത്തുള്ളിൽ ചോര കണ്ണുരൽ ഇങ്ങനീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും. അമ്പിളിക്കലത്തുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലം കരക്കുറുത്തുള്ളോര ചെരുക്കും വെറ്റില ചെല്ലത്തിനോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറും ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി. വ്ളോഗിനകത്ത് പോകും ഇതൊക്കെ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി പിന്നെ പാട്ടും എല്ലാവരും കുറേ നേരം ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് നേരെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ മാളു സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നവരെ ബൈ.